നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് കൈപ്പള്ളിയിൽ നിന്നും അപ്പച്ചൻ. എന്റെ പിതാവ് 1981 ഒരു വിൽപത്രം എഴുതുകയുണ്ടായി. പിതാവ് 1997 മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം വിൽപത്ര പ്രകാരം 2022 എനിക്ക് ലഭിച്ച സ്ഥലം പോക്കുവരവ് ചെയ്യുന്നതിന് വേണ്ടി പൂഞ്ഞാർ തെക്കേക്കര വില്ലേജിൽ അപേക്ഷ കൊടുത്തു. തുടർന്ന് വില്ലേജ് ഓഫീസറും മറ്റു ജീവനക്കാരും എന്റെ സ്ഥലം സന്ദർശിക്കുകയും അവർക്ക് ബോധ്യപ്പെട്ടതിനു ശേഷം താലൂക്കിലേക്ക് അപേക്ഷ കൊടുക്കുവാൻ എന്നോട് പറയുകയും ചെയ്തു. തുടർന്ന് താലൂക്കിലും അപേക്ഷ നൽകി. എന്നാൽ വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്നും നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് സബ് കളക്ടർ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കുകയും ചെയ്തു. സബ് കളക്ടർ ഓഫീസിൽ നിന്നും തുടർ നടപടികൾക്കായി എന്റെ അപേക്ഷ താലൂക്ക് ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ നടപടികളൊന്നും ഉണ്ടാവാത്തതിനെ തുടർന്ന് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാണ് എന്റെ സ്ഥലം മറ്റൊരു വ്യക്തിക്ക് 2005 വിൽപ്പന നടന്നതായി വില്ലേജ് ഓഫീസർ എന്നെ അറിയിച്ചത്. തുടർന്ന് ഈ വ്യക്തിയെ അന്വേഷിച്ച് ഞാൻ പോകുകയും ഈ വ്യക്തിയോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് 2005 അവർ ഇത്തരത്തിലുള്ള ഒരു സ്ഥലവും വാങ്ങിയിട്ടില്ല എന്ന് എന്നെ അറിയിച്ചു. തുടർന്ന് ആ വ്യക്തിയുടെ ഫോൺ നമ്പർ ഞാൻ വില്ലേജ് ഓഫീസർക്ക് നൽകുകയും ചെയ്തു. വില്ലേജ് ഓഫീസർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആ വ്യക്തിയോട് അന്വേഷിച്ചപ്പോൾ അത്തരത്തിൽ അവർ സ്ഥലം വാങ്ങിയിട്ടില്ല എന്ന് വില്ലേജ് ഓഫീസറോട് പറയുകയും ചെയ്തു. അത് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. എന്നാൽ വില്ലേജ് ഓഫീസർ എന്റെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്നതിനോ പോക്കുവരവ് ചെയ്തു തരുന്നതിനോ തയ്യാറായില്ല. 1997 എന്റെ പിതാവ് മരിച്ചത്. അതിനുശേഷം 2005 എനിക്ക് എഴുതി തന്ന സ്ഥലം മറ്റൊരാൾക്ക് എഴുതി കൊടുത്തു എന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. എന്നാൽ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഒരു വ്യക്തിക്കെതിരെ ചില കാരണങ്ങൾക്കായി പരാതി നൽകിയിരുന്നു. എന്റെ സ്ഥലത്തെ മരം മുറിച്ചു വിറ്റതിനും കൂടാതെ മറ്റൊരു കുറ്റകൃത്യത്തിന് ആ വ്യക്തിക്കെതിരെ പോലീസിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു. അതിനെ തുടർന്ന് ഈ വ്യക്തിയാണ് എന്റെ സ്ഥലം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് എന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ആയതിനാൽ എന്റെ സ്ഥലം എന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് ലഭിക്കുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം പേരിലുള്ള സ്ഥലം പോക്കുവരവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കായി വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ സ്വന്തം പേരിലുള്ള സ്ഥലം മറ്റൊരാൾക്ക് വിറ്റതായി രേഖ ഉള്ളതായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിൽ അത്തരത്തിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഈ സങ്കീർണമായ നിയമപ്രശ്നത്തിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ MH ഹനീസ് മനക്കലിനെയാണ്. അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി ഇനി കേൾക്കാം. വിൽപത്രം പ്രകാരം പോക്കുവരവ് നടത്തുന്നതിനായി അപേക്ഷ കൊടുത്തപ്പോ അത് തന്റെ പേര് രജിസ്റ്ററിൽ മറ്റാരുടെയോ പേര് എഴുതി വിൽപ്പന നടത്തിയതായി തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാണ് അപേക്ഷ കൊണ്ട് കാണുന്നത്. ഇതിൽ വളരെ കൃത്യമായി ചെയ്യേണ്ടത് നിങ്ങൾ പോക്കുവരവ് നടത്താൻ കൊടുത്ത അപേക്ഷയും അതിന് തുടർ നടപടികളുടെ ഭാഗമായി നിങ്ങൾ താലൂക്കിലും പോവുകയും RDOക്ക് അപേക്ഷ കൊടുക്കുകയും സബ് കളക്ടർക്ക് അപേക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ള നടപടി തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടെ ഒരു ഓവർലാപ്പ് എൻട്രി വന്നിട്ടുള്ളത് ചിലപ്പോൾ അത് തെറ്റായി വില്ലേജ് ഓഫീസർക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചതാവാം, അല്ലെങ്കിൽ ബോധപൂർവ്വം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി സംഭവിച്ചതാവാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ കൃത്യമായി ഈ കൊടുത്ത അപേക്ഷകളുടെ എല്ലാം കോപ്പി സഹിതം വെച്ച് ഒന്നെങ്കിൽ ജില്ലാ കളക്ടർക്ക് ഒരു വ്യക്തമായ ഒരു നിവേദനം കൊടുക്കുകയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്താൽ സമയബന്ധിതമായി നിങ്ങളുടെ പോക്കുവരവ് നടത്തി തരുവാൻ വേണ്ടി ഹൈക്കോടതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഹൈക്കോടതി ആ വില്ലേജ് ഓഫീസറെയും കൂടി കക്ഷിയാക്കി ഇത്ര നാൾക്കുള്ളിൽ 1 മാസമോ 2 മാസമോ ഹൈക്കോടതി നിശ്ചയിക്കുന്ന കാലാവധിക്കുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ പോക്കുവരവ് നടത്തി തരാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി നിങ്ങൾക്ക് പോക്കുവരവ് നടത്തി തരാനുള്ള ഉത്തരവുണ്ടാവും. 81 എഴുതി വെച്ച വിൽപത്രം പ്രകാരം 97 പിതാവ് മരിച്ചു. 2005 നിങ്ങൾ അറിയാതെ ഈ വസ്തു ഒരിക്കലും വിൽക്കാൻ കഴിയില്ല. അതൊരു തെറ്റായിട്ടുള്ള എൻട്രിയാണ് അവിടെ വന്നിട്ടുള്ളത്. അതിൽ വില്ലേജ് ഓഫീസർക്ക് അവരുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അപ്പുറത്തെയോ ഇപ്പുറത്തെയോ പേജിൽ എഴുതേണ്ട ഒരു കാര്യം തെറ്റായി എഴുതി പോയത് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വം എഴുതിയതായിരിക്കാം. പക്ഷെ എന്നാലും ഒരിക്കലും നിങ്ങൾ അറിയാതെയോ നിങ്ങളുടെ വസ്തുവോ വിൽപത്രമോ മരിച്ചാൽ ഡെത്ത് സർട്ടിഫിക്കറ്റും വിൽപത്രവും പ്രകാരം മാത്രമേ അത് മറ്റൊരാളുടെ പേരിലോട്ട് മാറ്റാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മരിച്ചുപോയ നിങ്ങളുടെ അച്ഛൻ 2005 രജിസ്റ്റർ ചെയ്ത് കൊടുത്തതായിട്ട് വ്യാജരേഖ ചമച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും നമുക്ക് ബാധകമല്ല. നമുക്ക് ഇപ്പൊ ഇരിക്കുന്ന ആധാരപ്രകാരവും വിൽപത്രം പ്രകാരവും നിങ്ങളുടെ തന്നെയാണ് ഭൂമി. അത് ആര് വിചാരിച്ചാലും നഷ്ടപ്പെടില്ല. അതിന് സാങ്കേതികത്വം പോക്കുവരവ് നടത്തുന്നതിലോട്ട് വേണ്ടി മാത്രമുള്ള ഇത്രയും നാളത്തെ അപേക്ഷകളെല്ലാം കൂടി ചേർത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വില്ലേജ് ഓഫീസറെയും ജില്ലാ കളക്ടറെയും കക്ഷിയാക്കി നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി തീർക്കാൻ നിങ്ങൾക്ക് പോക്കുവരവ് നടത്തി തരാനുള്ള ഉത്തരവുണ്ടാവും. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക്
ഇത് അയച്ചിരിക്കുന്നത് ചേർത്തലയിൽ നിന്നും മാത്യു KV. ഞാൻ 2021 നവംബർ 1 മുതൽ ഒരു മാനേജ്മെന്റിന്റെ കീഴിലുള്ള LP സ്കൂളിൽ LP സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തു വരികയാണ്. കോവിഡിന്റെ സമയമായതിനാൽ 2021 നവംബർ 1 തീയതി മുതലാണ് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ വർഷം ഞങ്ങളെ ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമിച്ചത്. ചോദിച്ചപ്പോൾ കോവിഡ് കാരണം തസ്തികാ നിർണയം നടത്തിയിട്ടില്ല, ആയതിനാൽ സ്ഥിര നിയമനം നടത്താൻ പാടില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം അടുത്ത അധ്യയന വർഷം, അതായത് 2022 ജൂൺ മാസം മുതൽ എന്നെ 2020 മാർച്ച് മാസത്തിൽ വിരമിച്ച ഒഴിവിലേക്ക് സ്ഥിര നിയമനം നൽകുകയും ചെയ്തു. ആ വർഷം എന്റെ നിയമനം അംഗീകരിക്കാനുള്ള ഒരു നിയമ നടപടിയും ഉണ്ടായില്ല. തുടർന്ന് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസിൽ തിരക്കിയപ്പോൾ ഭിന്നശേഷിക്കാരെ നിയമിച്ചെങ്കിൽ മാത്രമേ നിയമനം പാസ്സാകുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ വർഷം ശമ്പളം ഒന്നും തന്നെ ലഭിച്ചില്ല. അതിനുശേഷം 2023 നവംബർ മാസത്തിൽ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്നും ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം അംഗീകരിച്ചതായി ഒരു ഓർഡർ ലഭിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ദിവസം 955 രൂപ നിരക്കിൽ 2022 വർഷത്തിലെയും 2023 വർഷത്തിലെയും ശമ്പളം എനിക്ക് ലഭിക്കുകയും ചെയ്തു. എന്റെ നിയമനം 2020 മാർച്ച് മാസത്തിൽ വിരമിച്ച ഒഴിവിലേക്കാണ്. അതിനാൽ ഈ ഒഴിവ് ഭിന്നശേഷി സംവരണത്തിൽ ഉൾപ്പെടുമോ? കൂടാതെ ഞങ്ങളുടെ മാനേജ്മെന്റ് ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിനായി 2 തസ്തികകൾ ഒഴിവാക്കിയിട്ടിട്ടുമുണ്ട്. ആയതിനാൽ എന്റെ നിയമനം സ്ഥിര നിയമനമാക്കുന്നതിന് ഇനി എത്ര നാൾ കാലതാമസമെടുക്കും? ഇതിനായി ഞാൻ എന്ത് നടപടിയാണ് നിയമപരമായി എടുക്കേണ്ടത്? ഉദ്യോഗം സംബന്ധിച്ച ഒരു പരാതിയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇതിൽ നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകയായ രേഖ വാസുദേവനാണ്. അവരുടെ വാക്കുകളിലേക്ക്. ഈ കത്ത് വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് 31/3/2020 അറൈസ് ചെയ്തിരിക്കുന്ന ഒരു റിട്ടയർമെന്റ് വേക്കൻസിയിലേക്കാണ് മാത്യു സാറിന് അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ലഭിച്ചെങ്കിലും അത് ഇതുവരേക്കും റെഗുലർ പേ സ്കെയിലിലേക്ക് അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതില് ഇദ്ദേഹത്തിന് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 31/3/2020 വിരമിച്ച ഒഴിവിലേക്കാണ് അപ്പോയിന്റ്മെന്റ്. റിട്ടയർമെന്റ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ ആ വേക്കൻസി ഭിന്നശേഷി സംവരണത്തിലേക്ക് ഉൾപ്പെടുത്താമോ ഇല്ലയോ എന്നാണ്. തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്താവുന്നതാണ്. അതിലേക്ക് വിവിധ ജഡ്ജ്മെന്റുകളും നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിവിധ ജഡ്ജ്മെന്റുകളുടെ അടിസ്ഥാനത്തും ആണ് ഈ പറയുന്ന 2018 മുതലുള്ള വേക്കൻസീസ് ഈ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. 95 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടും പിന്നീട് 2016 റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടും അനുസരിച്ചുള്ള സംവരണങ്ങൾ ഒന്നും തന്നെയും എയ്ഡഡ് സ്കൂൾ മേഖലകളിൽ കൊടുത്തിരുന്നില്ല. അതിലേക്ക് ഉള്ള ബാക്ക്ലോഗ്സ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ 2018 മുതലുള്ള വേക്കൻസീസ് ഇതിലേക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി ഈ പറയുന്ന രീതിക്ക് ഇപ്പൊ വായിച്ചതിൽ മനസ്സിലാവുന്നത് മാനേജർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് ഈ പറയുന്ന വേക്കൻസീസ് ഫിൽ ചെയ്യാനായിട്ട്, അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിനുള്ള റിസർവേഷൻ കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റിക്വസിഷൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കുകയും അതിലേക്ക് ഇന്നവരെയും ഒരു അപ്പോയിന്റ്മെന്റ് ആ സൈഡിൽ നിന്ന്, അതായത് റിക്വസിഷന്റെ മറുപടിയായിട്ട് ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആരും തന്നെയും ഡിസേബിൾഡ് ആയിട്ടുള്ള ആരും തന്നെയും മുന്നോട്ട് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കാരണം തന്നെ മാത്യു സർ ഇപ്പോഴും സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 അതിൽ സെക്ഷൻ 34 അനുസരിച്ച് റിക്വസിഷൻ കൊടുത്ത് ഒരാൾ ഒരു വർഷത്തേക്ക് ഇല്ല എങ്കിൽ അടുത്ത വർഷം വീണ്ടും അതേ പ്രോസസ്സ് വീണ്ടും ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് വീണ്ടും ഒരു റിക്വസിഷൻ കൊടുക്കേണ്ടതാണ് അടുത്ത റിക്രൂട്ട്മെന്റ് ഇയറിൽ. ഇനി ആ വർഷവും ഭിന്നശേഷിക്കാരും തന്നെയും ഈ പോസ്റ്റിലേക്ക് അവൈലബിൾ അല്ല എങ്കിൽ ഇത് ഇന്റർചേഞ്ച് ചെയ്യാം. അതായത് ഇന്റർചേഞ്ച് ചെയ്യാം എന്ന് പറയുന്നത് സെക്ഷൻ 34 അനുസരിച്ചിട്ട് 4-5 കാറ്റഗറി ആയിട്ടുള്ള ഡിസബിലിറ്റി പറയുന്നുണ്ട്. ഈ പറയുന്ന ലോക്കോമോട്ടർ, ഡെഫ് ആൻഡ് ഹിയറിംഗ്, ഹാർഡ് ഓഫ് ഹിയറിംഗ്, വിഷ്വൽ ഇമ്പയർമെന്റ്, ഇന്റലക്ച്വലി ഡിസേബിൾഡ്, അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ആണ് പറയുന്നത്. ഒരു കാറ്റഗറിയിൽ ആളില്ല എങ്കിൽ അടുത്ത കാറ്റഗറിയിലുള്ള ആൾക്കാരെ അടുത്ത വർഷം നോക്കാവുന്നതാണ്. ഇനി ആ വർഷം, അതായത് ഇത് ക്യാരി ഫോർവേഡ് ചെയ്തതിന് ശേഷവും ഭിന്നശേഷിക്കാരും തന്നെയും അവൈലബിൾ അല്ല ഈ പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റിന് എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓപ്പൺ കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഫിൽ ചെയ്യാവുന്നതാണ്. അപ്പോ മാനേജർ ഇത് എന്നാണ് റിക്വസിഷൻ കൊടുത്തിരിക്കുന്നതെന്നോ അതിനെ കുറിച്ച് ഒരു പരാമർശം കത്തിൽ നിന്നും കിട്ടിയില്ല, ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭിന്നശേഷിക്കാര ആളില്ല എങ്കിൽ അത് ജനറൽ
കാറ്റഗറിയിൽ നിന്നും ഫിൽ ചെയ്യാവുന്നതാണ്. അത് സെക്ഷൻ 34 റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് 2016 പ്രൊവിഷൻ വെച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ചെയ്യേണ്ടത്, അങ്ങനെ ഒരാളില്ല എങ്കിൽ, ഇതിപ്പോൾ ഓർഡർ പാസ്സാക്കിയിരിക്കുന്നത് AEO ആയതുകൊണ്ട് തന്നെ ഫർദർ ഡെപ്യൂട്ടി ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷനോ സർക്കാരിലേക്കോ നിങ്ങൾക്ക് ഇത് റെപ്രസെന്റേഷൻ കൊടുക്കാവുന്നതാണ്. ഇത് റെഗുലറൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇത് റിക്വസിഷൻ അയച്ചുവെങ്കിലും ഭിന്നശേഷിക്കാരും തന്നെയും അപ്പോയിന്റ്മെന്റിന് അവൈലബിൾ അല്ലാത്ത സ്ഥിതിക്ക് ഇത് ജനറൽ കാൻഡിഡേറ്റുമായിട്ട് ഫിൽ ചെയ്യാൻ ഉള്ള പെർമിഷൻ തരണം എന്നും പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരിലേക്കോ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷനോ നിങ്ങൾക്ക് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാവുന്നതാണ്. ആ റെപ്രസെന്റേഷന്റെ അടിസ്ഥാനത്തിൽ ഇത് പരിഗണിക്കാവുന്നതുമാണ്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക്. ഇത് അയച്ചിരിക്കുന്നത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്. പരാതി ഇപ്രകാരമാണ്. എന്റെ ഗ്രാമപഞ്ചായത്തിലെ ഏതാനും വാർഡുകൾ പ്രവർത്തന മേഖലയാക്കി ഒരു സംഘം ഞങ്ങൾ ആരംഭിക്കുകയുണ്ടായി. നാളികേര കർഷകരെ അംഗങ്ങളാക്കി തേങ്ങ സംഭരിച്ച് വിപണനം നടത്തി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നതാണ് ഞങ്ങളുടെ സംഘത്തിന്റെ പ്രവർത്തന രീതി. എന്നാൽ നിലവിൽ വർഷങ്ങളായി ഒരു പ്രവർത്തനവുമില്ല. സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. സംഘത്തിന്റെ ഉടമസ്ഥതയിൽ പ്രധാന റോഡിന് സമീപമുള്ള കെട്ടിടവും സ്ഥലവും ഏതാനും പേർ ചേർന്ന് വിൽക്കുവാൻ ശ്രമം നടക്കുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തെരഞ്ഞെടുപ്പോ മറ്റും നടത്തിയതായി അറിവുമില്ല. എന്റെ പിതാവ് ഉൾപ്പെടെ നിരവധി അംഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടുമില്ല. ചില വ്യക്തികൾ മാത്രം ചേർന്ന് രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിങ്ങനെ പേരിൽ വസ്തു ആധാരം ചെയ്യുന്നതിനാണ് നീക്കം നടക്കുന്നത് എന്നാണ് ഞങ്ങൾ ചിലർ സംശയിക്കുന്നത്. ഇപ്രകാരം വസ്തു ആധാരം ചെയ്യുന്നതിന് നിയമപരമായി സാധിക്കുമോ? പ്രവർത്തനരഹിതമായി കിടക്കുന്ന സംഘത്തിന്റെ വസ്തുവകകളിൽ എല്ലാ അംഗങ്ങൾക്കും അവകാശമില്ലേ? അംഗങ്ങൾ അറിയാതെ യോഗം കൂടിയതായി രേഖ ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുക? വസ്തുവിന്റെയും നിലവിലെ ഭരണസമിതിയുടെയും സാധുത ചോദ്യം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? രേഖകൾ കാണിക്കാൻ അവർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിയമപരമായി എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഒരു സഹകരണ സംഘം രൂപീകരിച്ചതും അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുമാണ് എന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളിലെ ചില വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വ്യക്തി പരാതി അയച്ചിരിക്കുന്നത്. ഇതിൽ നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ളയാണ്. അദ്ദേഹത്തിന്റെ ഉപദേശം നമുക്ക് കേൾക്കാം. കത്ത് സശ്രദ്ധം വായിച്ചു. നിക്ഷേപ സംഘത്തെക്കുറിച്ചുള്ള ഒരു പരാതിയാണ്. പല രീതിയിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ സംഘങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സഹകരണ സംഘങ്ങൾ, സഹകരണ സൊസൈറ്റികൾ. സഹകരണ സംഘങ്ങളുടെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്താൽ അതിലെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർ, ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ ചോദ്യം ചെയ്യപ്പെടാൻ അധികാരവും അവകാശവും ഉണ്ടായിരിക്കും എല്ലാ അംഗങ്ങൾക്കും. ഈ കത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് സഹകരണ സംഘങ്ങളുടെ നിയമം അനുസരിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്ന്. ആ സാഹചര്യത്തിൽ ഈ ജില്ലാ രജിസ്ട്രാറിന്റെ മുന്നിൽ പരാതി ഉന്നയിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. പിന്നീട് സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ വകുപ്പിന്റെ ജില്ലാ രജിസ്ട്രാർ മുൻപാകെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഏതായാലും ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഉൾപ്പെട്ട സംഘത്തിന് ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. ആ സംഘത്തിന്റെ നിയമാവലി എന്താണ്, അല്ലെങ്കിൽ ബൈലോസ്, ഒരു സംഘം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിന് ഒരു നിയമാവലി ഉണ്ടാവും. അതിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന്റെ സെക്രട്ടറിയുടെ റോൾ എന്താണ്, പൊതുയോഗത്തിന്റെ എങ്ങനെയാണ് നടപടികൾ എടുക്കുന്നത് എന്നൊക്കെ വിശദമായി കാണിക്കുന്ന നിയമാവലി ഉണ്ടാകും. ആ നിയമാവലി പരിശോധിച്ച ശേഷം എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ജില്ലാ രജിസ്ട്രേഷൻ വകുപ്പിന്റെ ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ രജിസ്റ്റർ ചെയ്ത സംഘമാണെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ രജിസ്ട്രാറിന് തന്നെ പരാതി കൊടുക്കാവുന്നതാണ്. അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല, തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നില്ല എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പിന്റെ ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ പരാതി കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിൽ സിവിൽ കോടതിക്കും അധികാരമുണ്ട്. തിരഞ്ഞെടുപ്പ് വേണ്ട രീതിയിൽ നടക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ പൊതുയോഗം യഥാസമയം കൂടുന്നില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് ഒരു ട്രാൻസ്പെറന്റായി നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നീതിയുക്തമായിട്ടും സുതാര്യമായി നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമൊക്കെ ആയിട്ട് നിങ്ങളുടെ സിവിൽ കോടതിയിൽ ഒരു അന്യായം കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ഇപ്പോഴത്തെ ഭരണാധികാരികളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിരോധന ഉത്തരവും നിങ്ങൾക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ട്. താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചാൽ സൗജന്യ നിയമ സേവനം ഈ വിഷയത്തിൽ ലഭിക്കുന്നതാണ്. ഏതായാലും
അതിന്റെ നിയമാവലി പഠിച്ച് കൃത്യമായി മനസ്സിലാക്കുക, നടപടിക്രമങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള എങ്ങനെയാണ് പാലിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. എല്ലാ സംഘങ്ങളുടെയും മിനിമം ഒരു പ്രത്യേക നമ്പർ, ഇത്രയും അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ പൊതുയോഗം നടത്തണം എന്ന് തന്നെ ചില ബൈലോകളിൽ അല്ലെങ്കിൽ അവരുടെ നിയമാവലിൽ പറയാറുണ്ട്. അപ്പൊ അത്രയും അംഗങ്ങളുടെ ഒപ്പുമായിട്ട് പൊതുയോഗം വിളിക്കണമെന്ന് പറഞ്ഞാൽ ആ ഭരണസമിതിക്ക് പൊതുയോഗം വിളിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ബൈലോയിലുണ്ടോ, ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുക. സൗജന്യ നിയമസേവനത്തിന് നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാം. സിവിൽ കോടതിയിൽ ഇതിന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാവുന്ന രീതിയിലുള്ള ലിറ്റിഗേഷൻ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ നടത്താനുള്ള സാധ്യതകളുണ്ട്. ലീഗൽ സർവീസസ് അതോറിറ്റി വഴി സ്ത്രീകൾക്കും കുട്ടികൾക്കും ലഭ്യമായ സൗജന്യ നിയമസഹായത്തെക്കുറിച്ച് സംസാരിക്കുന്നു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ രഞ്ജിത്ത് കൃഷ്ണൻ എൻ. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകാൻ സാധ്യതയുള്ള വിഭാഗങ്ങളാണ് സ്ത്രീകളും കുട്ടികളും. പലപ്പോഴും ആ വിഭാഗത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ പോലും നിയമത്തിന്റെ അജ്ഞത കൊണ്ട് ലഭിക്കാതെ പോകുന്നു. ഇത് യഥാർത്ഥത്തിൽ നിയമത്തിന്റെ മുന്നിലെ തുല്യ പരിരക്ഷ, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്ന ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ്. അത്തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 പ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട്. സൗജന്യ നിയമസഹായം എന്നാൽ നിയമോപദേശം മുതൽ ഏറ്റവും ഉന്നത കോടതിയായ സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തുന്നത് അതിൽപ്പെടും. ആ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഗാർഹിക പീഡനമാകട്ടെ, തൊഴിൽ പ്രശ്നമാകട്ടെ, ഓഹരി കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാകട്ടെ, തൊഴിൽ തർക്കമാകട്ടെ, കയ്യിൽ നിന്ന് അവർ പണം മുടക്കി നിയമസഹായം തേടേണ്ടി വരും എന്ന കാരണത്താൽ മടിച്ചു നിൽക്കേണ്ടതില്ല. അവർക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ജില്ലാ ഓഫീസിനോ അതിനു കീഴിൽ 7 താലൂക്ക് ആസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലോ സമീപിച്ചാൽ അവർക്ക് സൗജന്യ നിയമസഹായം ലഭിക്കുന്നതാണ്. അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ പരിഹാര മാർഗങ്ങൾ ഓഫീസ് തലത്തിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഗാർഹിക പീഡന കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർ പലപ്പോഴും പരിഹാരത്തിനായി എവിടെ പോകണം എന്ന് അറിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിന് അധികാരമുള്ള ഏക സ്ഥാപനം മജിസ്ട്രേറ്റ് കോടതികളാണ്. അവിടെ ഹർജി ഫയൽ ചെയ്ത് സംരക്ഷണ ഉത്തരവ്, ജീവനാംശ ഉത്തരവ് തുടങ്ങിയ ഉത്തരവുകൾ നേടാവുന്നതാണ്. ഇത്തരം ഉത്തരവുകൾ നേടുന്നതിന് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചു കഴിഞ്ഞാൽ സൗജന്യമായി അതിനാവശ്യമായ നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതിനാവശ്യമായ നല്ല വക്കീൽമാരുടെ ഒരു പാനൽ തന്നെ ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡന സംബന്ധമായ പരാതികൾ മാത്രമല്ല, മറ്റ് വ്യവഹാരങ്ങൾക്കും ഇത്തരം സേവനം ലഭ്യമാണ്. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും സ്ത്രീകളുടെ പോലെ തന്നെ അവർക്ക് നിയമസഹായം സൗജന്യമാണ്. അതിനായി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് ക്ലാപ്പ് എന്നത്. ക്ലാപ്പിന്റെ ഫുൾ ഫോം എന്നത് ചൈൽഡ് ലീഗൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നാണ്. നമുക്കറിയാം, കുടുംബ കോടതി വ്യവഹാരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. അതിന്റെ ഭാഗമായി കുട്ടികളുടെ കസ്റ്റഡി സംബന്ധമായ ധാരാളം കേസുകൾ കുടുംബ കോടതിയിൽ വരാറുണ്ട്. അവിടെ പലപ്പോഴും കുട്ടിയുടെ താല്പര്യം പരിഗണിക്കപ്പെടുന്നില്ല. അച്ഛന്റെയും അമ്മയുടെയും വാദങ്ങൾ കേട്ടാണ് കുട്ടിയെ ആരുടെ കൂടെ വിടണം എന്ന് കോടതി തീരുമാനിക്കുക. ഈ ഒരു ന്യൂനത മനസ്സിലാക്കി കെൽസ എക്സിക്യൂട്ടീവ് ചെയർമാൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ആശയമാണ് ക്ലാപ്പ് എന്ന പദ്ധതി. ഇത് പ്രകാരം കുട്ടികളുടെ കസ്റ്റഡി സംബന്ധമായ ഒരു കേസ് വന്നാൽ കുട്ടിയുടെ വാദം പരിഗണിക്കേണ്ടതാണ് എന്ന് കുടുംബ കോടതിക്ക് തോന്നുന്ന കേസുകളിൽ കെൽസ ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത അഭിഭാഷകരിൽ നിന്ന് ഒരു അഭിഭാഷകനെ കുട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി നിയമിക്കുന്നതും ഈ അഭിഭാഷകൻ നൽകുന്ന റിപ്പോർട്ട് കോടതി മുഖവിലേക്ക് എടുക്കുന്നതുമാണ്. പ്രത്യേകം പരിശീലനം നൽകിയവരും ഈ രംഗത്ത് പരിചയമുള്ള അഭിഭാഷകരെയാണ് കെൽസ ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ കുട്ടികൾക്ക് കോടതി നടപടിക്രമങ്ങൾ മനസ്സിലാക്കാനായി ഉണ്ടാക്കിയ പ്രോജക്റ്റാണ് സംവാദ എന്ന പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് പ്രകാരം 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കോടതി നടപടിക്രമങ്ങൾ കണ്ടു മനസ്സിലാക്കാനും ന്യായാധിപരമായി സംവദിക്കാനും അവസരമുണ്ട്. കുട്ടികളെ പൗരബോധമുള്ളവരായി വളർത്തുക എന്നതാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് താല്പര്യമുള്ള സ്കൂളുകൾക്ക്, അത് ഏത് സിലബസ് പിന്തുടരുന്ന സ്കൂളുകളും ആയിക്കോട്ടെ, ലീഗൽ സർവീസ് അതോറിറ്റിയുടെ 2344-223 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 2344-223. ആ നമ്പർ പ്രവൃത്തി ദിവസങ്ങളിൽ 10 മുതൽ 5 വരെ ആണ് ലഭ്യമാകുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാത്രികാലങ്ങളിലാണെങ്കിൽ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറുമുണ്ട്. മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പർ 9846700111.
100 അത് 24 മണിക്കൂറിൽ ലഭ്യമാണ്. അതിൽ ലഭിച്ചില്ലെങ്കിൽ കെൽസയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറായ 15100 ബന്ധപ്പെടാവുന്നതാണ്. സ്ത്രീകളും കുട്ടികളും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇത്തരം സേവനങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ഈ അഭ്യർത്ഥിക്കാനുള്ളത്. ലീഗൽ സർവീസസ് അതോറിറ്റി വഴി സ്ത്രീകൾക്കും കുട്ടികൾക്കും ലഭ്യമായിട്ടുള്ള സൗജന്യ നിയമസഹായത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ രഞ്ജിത്ത് കൃഷ്ണൻ എൻ. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം TP രാജേഷ്. സഹായം നീതി MS. നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.